ഇതിന് പാങ്ങില് ഞണ്ടിയിൽ കുഴക്കണം. നിങ്ങൾക്കെല്ലാം സുഖമായിരിക്കും അല്ലേ? കുറെ ആയില്ലേ നിങ്ങളെല്ലാം കാണാതെ. അങ്ങനെ ഞാനിവിടെ നിൽക്കുന്ന എന്താ നിങ്ങൾക്ക് തോന്നും? ഒരു മരുന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുന്നേടാ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന മരുന്ന് എന്തെന്ന് പറഞ്ഞാല് തലയിൽ താരനെല്ലാം ഉണ്ടാകുന്നില്ലേ, വലിയവർക്കും ഉണ്ടാവും കുഞ്ഞൊക്കെ ഉണ്ടാവും. അതിനെല്ലാം കളിയാൻ നമ്മ പീടിയെന്നൊന്നും മനുഷ്യരൊന്നും തേച്ചൂടാ. നമ്മളെ വീട്ടിൽ തന്നെ ഇല്ലേ ചെമ്പത്തി പൂവിനും കറ്റാർ വാഴയെല്ലാം കൊണ്ട് ഞാൻ ഇന്നൊരു മരുന്നാക്കുന്നത്. ഇനി ഞാൻ മരുന്നുണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തരാം. 5 ഇല ചെമ്പത്തി എടുക്കണം. എന്നിട്ട് അതിന്റെ ബാലെടുക്കണം ആദ്യം. പിന്നെ അതിന്റെ മുത്തും കളയണം. ഇതിന്റെ 5 ഇല എടുക്കണം. കറ്റാർവാഴ വെള്ളത്തിലിട്ടിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി വെള്ളം കളയണം. ഒരു കോരിക്കിടി എടുക്കണം. എന്നിട്ട് കറ്റാർവാഴയുടെ തൊലിയെല്ലാം കളയണം. വേറൊന്നും കളിക്കൂടാ. അതിന്റെ പശയില്ല ഭാഗം എല്ലാം എടുക്കണം. എന്നിട്ട് ഈ പാത്രത്തിലേക്ക് ഇടണം. നല്ലോണം കയ്പുണ്ടാവും. ഇന്നിടീ കൈ കയ്പ് അത്ര ഇതുണ്ട്. ഇനി ചെമ്പത്തിരി അതെല്ലാം ഇതിലേക്ക് ഇടണം. കറ്റാർവാഴയായിട്ട് പറ്റ പറ്റുന്നു. ഇതിന് പാങ്ങില് ഞണ്ടിയിൽ കുഴക്കണം. ഇതെല്ലാവർക്കും ഇങ്ങനെ കുഴച്ചിട്ട് നേരാക്കും വയ്യ. മിക്സിയിൽ ഇട്ടാൽ മതി. ഇതിന് വേറെ വെള്ളമൊന്നും കൂട്ടിക്കൂടാ. ഇതിനെ തന്നെ പിശി പിശിയാക്കണം. ഈ കുഴച്ചതിനെ തുണിയിലേക്ക് ഇടണം. ഈ തുണിയിൽ ഇത് ഇടുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എന്തിയായിരുന്നു ഈ ചെമ്പരത്തിയുടെ ഇതിലെല്ലാം തലക്ക് പറ്റി പോണ്ടാറിഞ്ഞിട്ട് ഇങ്ങനെ ആക്കുന്നത്. ഇതെന്റെ മോളെ കുഞ്ഞോളെ പേര് മോളൂട്ടിന്ന്. ഓളെ തലക്ക് നല്ലോണം താരനായിട്ട് വന്നാൽ പൊണ്ണല്ലായി. അങ്ങനെ ഇതിന് മുന്തി ഒരിക്കൽ തേച്ചതിൽ നല്ല പാങ്ങുണ്ട്. അങ്ങനെ ഇപ്പൊ രണ്ടാമതും തേക്കുന്നത്. കുറെ ഇംഗ്ലീഷ് മരുന്നെല്ലാം കൊണ്ടുപോയി. അതിലൊന്നും വലിയ പാങ്ങായിട്ടേ ഇല്ല. ഇത് തേച്ച പിന്നെ ഇപ്പൊ നല്ല പാങ്ങുണ്ട്. പിന്നെ കുറച്ച് മുടിയും വളരും. ഇത് എപ്പോഴൊന്നും തേച്ചൂടാ. ആഴ്ചക്ക് ഒരു പ്രാവശ്യമേ തേച്ചൂടൂ. മഴക്കാലത്ത് കറ്റാർവാഴയിൽ നല്ല വെള്ളം ഉണ്ടാവും. ഇത് വേനൽക്കാലം ആയതുകൊണ്ട് ചൂടായതുകൊണ്ട് വെള്ളം കുറച്ച് കുറവ്. ചെമ്പത്തിയുടെ വെള്ളം അധികം ഇല്ല. ഇത് തേച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പാങ്ങിൽ കുളിക്കണം. അപ്പൊ അല്ല പോവും. എന്നെ അടുത്ത ശനിയാഴ്ച ആദ്യം കൂടി ഒന്നിങ്ങനെ ആക്കണം. ഞങ്ങൾ ഈ മരുന്ന് ഇപ്പൊ ഒന്നും തുടങ്ങിയല്ല. ഞങ്ങളെ ചെറുപ്പകാലത്തെ ഞങ്ങളെ അമ്മയെല്ലാം ഇങ്ങനെ തൽക്കാലം തേച്ചിട്ടുണ്ട്. അത് തോട്ടിൽ പോയിട്ട് കുളിക്കല്. ഇപ്പൊ എവിടെ തോടൊന്നും ഇല്ലല്ലോ ഇടാ. എല്ലാരും കിണറ്റ വെള്ളത്തിൽ തന്നെ കുളിക്കുന്നത്. എല്ലായിടത്തും പാങ്ങില് പറ്റണം. നിങ്ങളെ കുഞ്ഞൊക്കെല്ലാം താരനുണ്ടെങ്കിൽ ഇതേപോലെ തേക്കണം. നിങ്ങളും ഉണ്ടെങ്കിൽ തേക്കണം. ഇതിലെന്തും മരുന്നൊന്നും ചേർക്കുന്നില്ലല്ലോ. ഇപ്പൊ നിങ്ങളെ കാണിച്ച 2 സൈസ് മരുന്നേ ഇല്ലല്ലോ. നിങ്ങളെ കുഞ്ഞോക്കും നിങ്ങൾക്കെല്ലാം താരനുണ്ടെങ്കിൽ ഇതേപോലെ തേക്കണം. എനിക്ക് സ്കൂളെല്ലാം അടുത്ത സമയത്തല്ലേ, കുഞ്ഞോളെ എല്ലാ സമയത്തും വീട്ടിൽ കിട്ടുമല്ലോ. ആ സമയത്തെല്ലാം ഇങ്ങനെ തേച്ച് കുളിച്ചാല് കുഞ്ഞോളെ താരനും പോവും, മുടിയും വളരും. ഇതെല്ലാം നമ്മളെ നാടൻ മരുന്ന് തന്നെയല്ലേ, വേറെന്തും മേടിക്കൊന്നും വേണ്ടല്ലോ. പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.